വെൽക്കം ബാക്ക് ബോയ്സ്. കുറേ കാലമായി വീഡിയോ എടുത്തിട്ട്, 2 മാസത്തോളമായി വീഡിയോ എടുത്തിട്ട്. അപ്പം വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ഞാൻ ആക്ച്വലി ഒരു 200+ കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് ഓടിച്ചിട്ടുണ്ട്. അതായത് ലൈക്ക് ട്രാഫിക്കിൻ്റെ അകത്ത് ഓടിച്ചിട്ടുണ്ട്, ഹൈവേസിൽ ഓടിച്ചിട്ടുണ്ട്, കുറച്ച് ട്രെയിൽസും ഓടിച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു കൊച്ചു റിവ്യൂ ആണ്, ലൈക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ ഓടിച്ച് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. അപ്പം എന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം. അധികം ആൾക്കാരും വാങ്ങുന്നതിന് മുമ്പേ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് ബജാജ് അല്ലേ? അങ്ങനത്തെ ഒരു പുച്ചിച്ചാലെന്നൊരു സംഭവമുണ്ട്. ഇത് ബജാജ് അല്ലേ? അപ്പോൾ ബജാജിൻ്റെ ഒരു ക്വാളിറ്റി അല്ലേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ആ ഒരു കാര്യമാണ്, ചേട്ടൻ പോയി എന്താ പറയുക, ചേട്ടൻ ഫുൾ ആറ്റിറ്റ്യൂഡാണല്ലോ. അങ്ങനെ നമ്മൾ റിവ്യൂവിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ 2-3 വണ്ടികൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്ക്രൂവിന് പോലും അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. കംപ്ലീറ്റ്ലി ട്രൈഫിൻ്റെ ക്വാളിറ്റിയാണ് വണ്ടീൻ്റെ അകത്ത്. ലൈക്ക് എല്ലാ ഭാഗത്തും ട്രൈഫിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് ആക്ച്വലി വണ്ടി ടെസ്റ്റ് റൈഡ് എടുത്താൽ മാത്രമേ അറിയുള്ളൂ. 2-3 വീഡിയോ കണ്ടിട്ട് ചുമ്മാ അതിൻ്റെ ക്വാളിറ്റിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ലൈക്ക് വണ്ടി പോയി നേരിട്ട് കണ്ട് ഓടിച്ചാൽ മാത്രമേ അതിൻ്റെ ക്വാളിറ്റി ലെവൽ മനസ്സിലാവുള്ളൂ. അതിനൊരു ഹാറ്റ്സ് ഓഫ്. ലൈക്ക് ബജാജാന്ന് പറഞ്ഞിട്ട് ഇനി ആരും കമൻറ്റ് സെക്ഷനിലോട്ട് വരണ്ട. അതാണ് എനിക്ക് ക്വാളിറ്റി വൈസ് പറയാം. ക്വാളിറ്റി വൈസ് ഞാൻ കുറേ പറഞ്ഞു തോന്നുന്നല്ലേ. അപ്പോൾ ഓക്കെ, എനിവേ നമുക്ക് ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്യാം. പിന്നെ നമുക്ക് വണ്ടി മേടിക്കുമ്പം ഈ നക്കിൾ ഗാർഡ്, ഒരു ചിൻ പ്രൊട്ടക്ടർ, പിന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഈ ഗ്രില്ല്, പിന്നെ താഴത്തെ ഒരു അലൂമിനിയം ബാഷ് പ്ലേറ്റ്, അതെല്ലാം കൂടെ വരുന്നതാണ്. ഇപ്പോൾ ആക്സസറി ആയിട്ട് വരുന്നത് ഈ ഫ്രണ്ടത്തെ ബീക്ക് ആക്സസറിയാണ്. പിന്നെ ബാക്കിൽ ഒരു ബാഷ് പ്ലേറ്റ് ഉണ്ടാവും, അതും ആക്സസറി ആയിട്ടായിരിക്കും വരിക. അപ്പോൾ എഞ്ചിനിലോട്ട് വരുമ്പം ഒരു 398cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ലിക്വിഡ് കൂളിംഗ് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് മാനേജ്മെൻറ്റ് അത്യാവശ്യമുണ്ട്. അതൊക്കെ ആക്ച്വലി ഞാൻ ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം. നമുക്ക് എന്തായാലും കാണുന്ന കാര്യങ്ങളൊക്കെ പറയാം. ഓൾ LED ആണ്. ഫ്രണ്ടത്തെ DRL കാണിച്ചു തരാം. ട്രൈഫിൻ്റെ ടിപ്പിക്കൽ ഷേപ്പിൽ DRL കത്തും. പിന്നെ വണ്ടി ഓൺ ആക്കി കഴിഞ്ഞാൽ മേലെ വരുന്നത് ഡിമ്മും താഴെയാണ് ബ്രൈറ്റും വരുന്നത്. അപ്പോൾ അതാണ് ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ. എനിക്കൊരു വീഡിയോ എടുക്കാൻ സമ്മതിക്കുള്ളൂ. ഇത് ട്രെയിനൊക്കെ വരുന്ന ഈശ്വര, അത് ഈ ലൈനിലാണോ വരുന്നത് അതോ ആ ലൈനിൽ? വണ്ടി അത്യാവശ്യം ഡേർട്ടി ആയിട്ടാണ് കിടക്കുന്നത്. കാരണം നല്ല മടിയായിരുന്നു രാവിലെ. അപ്പം ഞാൻ ഒരുപാട് ഓടിച്ചായിരുന്നു രാവിലെയും. അതിനുശേഷമാണ് അത് എടുക്കുന്നത്. അതുകൊണ്ട് ഈ ഡേർട്ടിനെസ് മൈൻഡ് ചെയ്യേണ്ട. എന്തായാലും ഈ ഡേർട്ടിനെസ് വണ്ടിക്ക് സ്യൂട്ട് ആവുന്നുണ്ട്. കുറച്ച് ചളിയൊക്കെ വേണം വണ്ടിൻ്റെ അകത്ത്, എന്നാലേ ഒരു റഗഡ്നെസ് കിട്ടുള്ളൂ. ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് വെള്ളം കയറിയാണെന്ന്. പക്ഷേ വെള്ളം കയറിയതല്ല, ഇതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെയാണ്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് USD ഫോക്സ് ആണ്. അത് ആക്ച്വലി 150mm ട്രാവൽ വരുന്നുണ്ട്. ബാക്കിലും അതുപോലെ മോണോഷോക്ക് വരുന്നുണ്ട്. ചെറുതായിട്ടൊരു ഓഫ്സെറ്റ് മോണോഷോക്കാണ് വരുന്നത്. അതും 150mm ട്രാവൽ വരുന്നത്. പിന്നെ ടയർ സൈസ് വരുമ്പം ഫ്രണ്ട് 19 ഇഞ്ചും ബാക്ക് 17 ഇഞ്ച്. ഫ്രണ്ടിൽ 100 സെക്ഷനും ബാക്കിൽ 140 സെക്ഷൻ ടയേഴ്സുമാണ് വരുന്നത്. പിന്നെ രണ്ടും ഡുവൽ പർപ്പസ് ടയേഴ്സാണ് വരുന്നത് കേട്ടോ. സ്ക്രാംബ്ലർ ആയതുകൊണ്ട് തന്നെ ഡുവൽ പർപ്പസ് ടയേഴ്സാണ് വരുന്നത്. വണ്ടി പോണ സമയത്ത് ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് ആ ട്വിൻ എക്സോസ്റ്റ് ആണ് സ്ക്രാമിൻ്റെ അകത്ത് കേട്ടോ. ബിഗ് ബൈക്സ്, അതായത് സ്ക്രാം 900cc കാണുന്ന പോലത്തെ അതേ ഒരു റിസംബ്ലൻസ് കൊണ്ടുവരാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട്. വൃത്തികേടാക്കിയിട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ ടാങ്ക് കപ്പാസിറ്റി 13 ലിറ്ററാണ് വരുന്നത്. അപ്രോക്സ് ഒരു 370 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ഈ ഫുൾ ടാങ്കിൽ ഓടാൻ പറ്റും. അതിനകത്ത് 2.6 റിസർവും വരും. സോ സീറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് സ്മൂത്ത് ആണ്. നമുക്ക് ഇരിക്കുന്ന സമയത്ത് നംനെസ് ഒന്നും തോന്നില്ല. ലൈക്ക് എത്ര ഓടിച്ചാലും നമ്മളെ നിതംബങ്ങൾക്ക് തരിപ്പൊന്നും തോന്നില്ല. പിന്നെ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കും അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. കാരണം ഞാൻ ബാക്കിൽ ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ബ്രേക്സിലോട്ട് വരുമ്പം ഫ്രണ്ട് 320mm ആണ്. 20mm മോർ ദാൻ ദ സ്പീഡ് 400. 185 ആണ് വെയിറ്റ് വരുന്നത്. സോ ആ വെയിറ്റ് പിടിച്ച് നിർത്താനുള്ള ബ്രേക്ക് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. ബാക്കിൽ 230 ആണ് ഡിസ്ക് സൈസ് വരുന്നത്. വണ്ടിയിലോട്ട് ഫസ്റ്റ് കയറിയിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്ന കാര്യം, അത്യാവശ്യം എന്താ പറയുക, ഒരു സ്ക്രാംബ്ലറി ലുക്കിംഗ് ഫീൽ നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ തന്നെ കിട്ടും. വണ്ടി അപ്രൈറ്റ് പൊസിഷനാണ്. ഫുഡ് പെഗ്സ് വരുന്നത് സ്ട്രെയിറ്റ് താഴെയാണ്. ഹാൻഡിൽ ബാർസ് അത്യാവശ്യം നല്ല വൈഡാണ്. എന്താ പറയുക, ഒന്ന് മുമ്പോട്ടൊന്ന് ചാഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് കൺട്രോൾ ഓൺ ദ മോട്ടോർ സൈക്കിളാണ്. ലൈക്ക് ചുമ്മാ ഫ്ലിക്ക് ചെയ്തെടുക്കാനും നല്ല കാര്യമാണ്. പിന്നെ മിറേഴ്സ് ആക്ച്വലി റൗണ്ട് മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പേടിക്കണ്ട, ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് വൈബ്രേഷൻസ് ഒന്നുമില്ല. ബാക്കത്തെ വണ്ടികളൊക്കെ നല്ലപോലെ കാണാം. എന്തായാലും സ്വിച്ചസ് ഒന്ന് വോക്ക് അറൗണ്ട് ചെയ്ത് തരാം. നമ്മളെ മുമ്പിൽ വരുന്നത് പാസ്, ഹൈ ബീം. ഇത് നമുക്ക് DRL ഓണും ഓഫും ചെയ്യുന്ന ബട്ടണാണ്. പിന്നെ ഒരു ഇൻഫോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, കിൽ സ്വിച്ച്, ഹസാർഡ്, ഇഗ്നിഷൻ, അതൊക്കെ തന്നെ ബേസിക് സാധനങ്ങൾ. എന്തായാലും വണ്ടി ഓണാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഹാഫ് ഡിജിറ്റൽ ഹാഫ് ആനലോഗ് ടൈപ്പ് മീറ്ററാണ്. കൂളൻ്റെ ടെമ്പറേച്ചർ കാണിക്കും. ട്രാക്ഷൻ കൺട്രോൾ, ഓൺ ആൻഡ് ഓഫ്, ABS. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഹസാർഡ് ലൈറ്റ്, താഴെ ഒരു ഇൻഡിക്കേറ്റർ, ഒരുപാട് സാധനമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മളെ കീൻ്റെ ഫീച്ചർ, അതായത് ഈ വണ്ടി ഈ താക്കോലിട്ട് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു ലൈക്ക് ഡ്യൂപ്ലിക്കേറ്റ് കീ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓപ്പൺ ആവില്ല. കാരണം കീൻ്റെ അകത്ത് സെൻസർ ഉണ്ട്. അപ്പം അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. അത് ആക്ച്വലി ഒരു 20-25 ലക്ഷം കൊടുത്ത് വാങ്ങുന്ന മോട്ടോർ സൈക്കിൾസിലൊക്കെ ഉള്ള സംഭവമാണ്. അത് നമുക്കൊരു 340 ഉള്ളിൽ കിട്ടി. അത് ആക്ച്വലി നൈസാണ്. പിന്നെ നമുക്ക് ഇവിടെ വലിയൊരു സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്. ടാക്കോമീറ്റർ വരുന്നത് ഈ ഡിജിറ്റലിൻ്റെ അകത്താണ്. ഈ സൈഡിലാണ് ടാക്കോമീറ്റർ കാണിക്കുന്നത്. ഇവിടെ ഒരു ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷൻ ഉണ്ട്. പിന്നെ ഇഗ്നിഷൻ ഓൺ ആക്കട്ടെ. ഓഡോമീറ്റർ കാണാം. ട്രിപ്പ് 1, ട്രിപ്പ് 2, ഫ്യൂവൽ, ലൈക്ക് റിയൽ ടൈം മൈലേജ് കാണിക്കും. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ച് മൈലേജ് കാണിക്കും.
പിന്നെ ആവറേജ് മൈലേജ് കാണിക്കുന്നുണ്ട്, പിന്നെ ടോട്ടൽ കിലോമീറ്റർ, അതായത് ഇപ്പം കറൻ്റ്ലി ഉള്ള പെട്രോളിൽ എത്ര കിലോമീറ്റർ ഓടും എന്ന് കാണിക്കുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഓഫ് റോഡ് മോഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ആക്ച്വലി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ഷനും ABS-ഉം ഒരുമിച്ച് ഓഫ് ആവും. സ്പീഡിൻ്റെ അകത്ത് നമുക്ക് ട്രാക്ഷൻ മാത്രമേ ഓഫാക്കാൻ പറ്റുള്ളൂ, ABS ഓഫാക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നമുക്ക് ട്രാക്ഷനും ABS ഓഫാക്കാം. കാരണം ഒരു സ്ക്രാംബ്ലർ കാറ്റഗറിയാണ്. നമുക്കൊന്ന് മണ്ണൊക്കെ തെറിപ്പിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ABS ഓൺ ആയി കഴിഞ്ഞാൽ ആ ഒരു ഫണ്ണ് കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ആ ഒരു മോഡ് കൊടുത്തത്. പിന്നെ താഴെ ടൈം കാണിക്കുന്നുണ്ട്, ഫ്യൂൽ ഇൻഡിക്കേഷനും കാണിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയേ ഉള്ളൂ. അത്യാവശ്യം ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈവൻ ഈ ചിൻ പ്രൊട്ടക്ടർ പോലും അവരൊക്കെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്ത്. ഒന്നിലും ഒരു കോംപ്രമൈസും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ എന്തായാലും നമുക്ക് ഇവിടുന്ന് മെല്ലെ തിരക്കാം. ഓടിച്ചുകൊണ്ട് ഹീറ്റിങ്ങും സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. എത്ര മൈക്കിൽ കേൾപ്പിച്ചാലും എക്സോസ്റ്റ് നോട്ട് ശരിക്കും കേൾക്കുന്നതിൻ്റെ അത്ര ഒരു ഫീൽ കിട്ടൂല കേട്ടോ. ചില കാര്യങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ടേ സംസാരിക്കാൻ പറ്റും. അത് ഒന്നാമത്തെ കാര്യം അതിൻ്റെ ടോർക്കാണ്. 40 bhp പവറും 37 Nm ആണ് ടോർക്ക് വരുന്നത്. അതായത് 185 കിലോൻ്റെ അകത്താണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നല്ല പവറാണ്. എന്ന് വെച്ചിട്ട് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നമ്മളെ KTM പോലെ അമ്മേ എന്ന് പറഞ്ഞുള്ള പോക്കല്ല. നമുക്ക് ആക്ച്വലി വണ്ടി ഫുള്ളി കൺട്രോളബിളാണ്. ഏറ്റവും ഹൈ സ്പീഡ്സിൽ വരെ വണ്ടി നല്ല കൺട്രോളബിളാണ്. ഒരു എന്താ പറയുക പാളി പോകുന്ന ഫീലോ അങ്ങനെ ഒരു സീനും ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും അനാവശ്യമായി കഥ പറയാതെ നമ്മളെ ടോർക്കിൻ്റെ മാജിക് കാണിച്ചു തരാം. അപ്പോൾ ആക്ച്വലി ഞാനിപ്പം ആക്സിലേറ്ററിൽ കൈ വെക്കുന്നില്ല, ക്ലച്ചിൽ മാത്രമാണ് കൈ വെക്കുന്നത്. ഫസ്റ്റ് ഗിയറിലാണ്. ജസ്റ്റ് ക്ലച്ചൊന്ന് പയ്യെ റിലീസാക്കുകയാണ് കേട്ടോ. നമുക്ക് പ്രോപ്പർ ത്രോട്ടിൽ കൊടുക്കാതെ വണ്ടി ഇങ്ങനെ പൊക്കോളും. സെക്കൻഡിൽ ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി തേർഡിലോട്ട് മാറ്റി ലൈക്ക് ത്രോട്ടിലില്ലാതെ വണ്ടി ചുമ്മാ അങ്ങ് കയറി പോക്കോളും. ഇപ്പോൾ ഫോർത്ത് ഗിയറിലാവണേ. ഫോർത്ത് ഗിയറിൽ എത്ര പോകുന്നു എനിക്കറിയില്ല കേട്ടോ. ഫിഫ്ത്തിലോട്ട് തട്ടുന്നു. ഓക്കെ, ഫിഫ്ത്തും കയറുന്നുണ്ട്. ഫിഫ്ത്തിലെത്തിയപ്പം 30 സ്പീഡിലോട്ട് പോയി. ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ്. ഇത് ആക്ച്വലി ക്രൂസ് കൺട്രോൾ പോലെ ഇപ്പോൾ വർക്ക് ആവണേ. എൻ്റെ പൊന്ന് ബ്രോ, ഇത് ഞാൻ ആക്ച്വലി ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ആ ടെസ്റ്റ് ചെയ്യണത്. അപ്പം ആക്ച്വലി ഐ എം ഹൈപ്ഡ് ഓൺ ദാറ്റ്. എടാ ഇത് നോക്ക്, ക്രൂസ് കൺട്രോളോ. ഇനി 6th. ഇപ്പോൾ കറണ്ട് നമ്മൾ 6th ഗിയറിലോട്ട് എത്തി. 6th ഇടുമ്പം ചെറുതായിട്ടൊരു പുള്ളിങ് കുറവുണ്ട്. നോക്കട്ടെ. ഇല്ല, കയറുന്നുണ്ട്, പയ്യേ കയറുന്നുണ്ട്. ഒന്ന് താന്ന് ഡിപ്പായി എന്നിട്ട് വീണ്ടും കയറുന്നുണ്ട് കണ്ടോ. സ്പീഡ് പിക്കപ്പ് ആവുന്നുണ്ട്. ഓ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ ബ്രോ. പിന്നെ വേറൊരു സാധനം കാണാം. ഇനി 6th ഗിയറിലാണ് ഇപ്പോൾ കറൻ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു 35 സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 40 കയറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചുമ്മാ ഒന്ന് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഒരു മടിയും ഇല്ലാതെ ചുമ്മാ അങ്ങ് കയറിപ്പോവും. സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് റോഡിൽ മാത്രം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഗോ എനിവർ മോട്ടോർ സൈക്കിളാണ്, എന്തും ചെയ്യാം. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ കയറ്റണം, അവിടെ കയറ്റാം, സീനില്ല. പക്ഷേ പോലീസ് എൻ്റെ സീനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആരും എൻ്റെ മേലെ കയറ്റരുത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു പ്രോപ്പർ ഫണ്ണാണ്. ലൈക്ക് നമ്മളൊരു ലോങ് ടൂർ ചെയ്യുന്ന സമയത്തും വണ്ടി നമുക്ക് മടുക്കൂല. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു വണ്ടി സ്ക്രാമാട്ടോ. സ്പീഡും സ്ക്രാമും കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്ക്രാമിനോട് എന്തോ ഉള്ളിന്നൊരു സാധനം. പിന്നെ സസ്പെൻഷൻ ലെവൽ പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ട്രാവലുണ്ട്. നല്ല ഒബ്സ്റ്റക്കിൾസൊക്കെ ലൈക്ക് ഒരു കട്ട് ഓഫ് റോഡ്സ് ആണെങ്കിലും ചാടി കയറി പോകാൻ പറ്റും. സസ്പെൻഷൻ ബോട്ടം ഔട്ടൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് ബോട്ടം ഔട്ട് ചെയ്തിട്ടില്ല. ഇത് ബാക്ക് സസ്പെൻഷനായാലും ഫ്രണ്ട് സസ്പെൻഷനായാലും അത്യാവശ്യം നല്ല സ്മൂത്താണ്. ആരാ മൂപ്പരൊരു ചിരിയൊക്കെ ക്യാമറ നോക്കിയിട്ട്. അപ്പം എന്തുകൊണ്ടും സ്ക്രാം ഒരു ഇന്ത്യൻ റോഡ്സിന് പറ്റിയ മോട്ടോർ സൈക്കിളാണ്. ലൈക്ക് ഒരു ഹൈവേ, സിറ്റി റൈഡ്സ് അങ്ങനത്തെ ഒരു പേർപ്പസ് മാത്രം നോക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ സ്പീഡിലോട്ട് നോക്കാം. എന്നാൽ ഒരു അഡ്വഞ്ചറായിട്ട് ലൈക്ക് ഓഫ് റോഡ് കയറണം, ട്രെയിൽ അടിക്കണം, എന്നാൽ ഹൈവേയും പോകണം, സിറ്റീസും അടിക്കണം, അങ്ങനെ ഓൾറൗണ്ടറായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ ഗോ ഫോർ ദ സ്ക്രാം. 101% ഐ ആം ഷുവർ അബൌട്ട് ദിസ് മോട്ടോർ സൈക്കിൾ ബ്രോ. കാരണം ഞാൻ അത്രയും ഓടിച്ചിട്ടുണ്ട്. അത്രയും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി അത്. എൻ്റെ കയ്യിൽ കാശില്ലാതെ പോയി, അത് വേറെ കാര്യം. പിന്നെ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കൊന്നെങ്കിൽ കുറച്ച് ഒന്ന് ബാക്കോട്ടിരുന്ന് റിലാക്സ് ആയിട്ട് കൈയൊക്കെ ഒന്ന് താത്തി ഇങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ നമുക്ക് വണ്ടീൻ്റെ മേലെ ഒരു ഫുൾ കൺട്രോൾ കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് മുന്നോട്ട് ലീൻ ചെയ്തിരുന്നാൽ മതി. ലൈക്ക് വണ്ടീൻ്റെ ഫ്രണ്ട് മുതൽ ബാക്ക് വരെ എല്ലാ കൺട്രോളും നമ്മളെ കയ്യിലാണ്. കയ്യിൻ്റെ അകത്ത് വണ്ടി ഉണ്ടാവും. അതാണ് സംഭവം. വണ്ടി വരുന്നത് ആക്ച്വലി 3 കളേഴ്സിലാണ് സ്ക്രാം കേട്ടോ.
സ്ക്രാമ്പിൽ റെഡ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു ഗ്രീനും വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക അട്രാക്റ്റീവ് ആയിട്ടുള്ള റെഡാണ്. റെഡും പിന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ ആ ഒരു ബീക്കൊക്കെ ആക്സസറി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ആക്ച്വലി വൻ ലുക്കാണ്. ഓ ഇഷ്ടം മഹീന്ദ്ര ബ്രോ, മഹീന്ദ്രൻ്റെ പുതിയ ലോഗോ അടിപൊളിയാട്ടോ. സോ ബാക്ക് ടു ട്രെയിൻസ്. ഞാൻ വീണ്ടും പറയാണ്, ഇതൊരു എന്താ പറയുക എൻജിനീയറിങ് പഠിച്ച് വണ്ടിയുടെ എല്ലാ കാര്യവും അറിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരാളുടെ റിവ്യൂ അല്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ വണ്ടി ഓടിച്ച് സിറ്റി കൂടിയും ഒരു ലോങ്ങൊക്കെ അടിക്കുമ്പം മനസ്സിലായില്ല ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു റിവ്യൂ. അങ്ങനെ കണ്ടാൽ മതി, ഇത് അങ്ങനെ തന്നെ കാണാവൂ. ഓക്കെ. അധികം ചോദ്യം വരുന്നത് വൈബ്രേഷൻസ് ഉണ്ടോയെന്നാണ്. വൈബ്രേഷൻസ് ഉണ്ടോയെന്ന് അറിയാൻ തന്നെ അത് നിങ്ങൾ ആക്ച്വലി മിററിലോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഒരു പൊടിക്ക് പോലും മിറർ വൈബ്രേഷൻ ഇല്ല. പിന്നെ ഒരു ബസ് ഫീൽ ഉണ്ട്, അത് നമ്മളെ ഫുഡ് പാക്കിൽ മാത്രം അറിയാം. ഫുഡ് പാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു ബസ് ഫീൽ അടിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഹീറ്റിംഗ് ആക്ച്വലി ഓക്കെ ആണ്. ഹൈവേസിലൊന്നും ഹീറ്റിംഗ് ഒന്നും അറിയില്ല. പ്യുവർ എന്താ പറയുക ഒരു സീനുമില്ല. ഒരു കട്ട ട്രാഫിക്കില്ല, കാരണം അത്രയും ഹെവി ട്രാഫിക്സ് ഒക്കെ ആണെങ്കിൽ മാത്രം ചെറുതായിട്ട് നമുക്ക് ഹീറ്റിംഗ് അറിയും, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, വേറെ സീനൊന്നുമില്ല. അപ്പോൾ അതാണ് ആ കാര്യങ്ങൾ. എടാ മോനെ ഏതാ സാധനം. ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നല്ല രസം അതിൻ്റെ. പിന്നെ അതെ ഹമ്പ് വരുന്നു, എണീറ്റ് നിൽക്കുന്നു, ഹമ്പ് പോയി, അത്രേ ഉള്ളൂ. ഫസ്റ്റ് സർവീസ് വരുന്നത് 1000 കിലോമീറ്ററിലാണ്. പിന്നെ സെക്കൻഡ് സർവീസ് വരുന്നത് 16,000 കിലോമീറ്ററിലാണ്. 16,000 കിലോമീറ്ററിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ചിലവാകുന്ന എമൗണ്ട് ഒരു 4Kൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ. അത് ഒരു ട്രൈംഫ് മോട്ടോർ സൈക്കിളിന് നമ്മൾ ബ്രാൻഡ് വാല്യൂ നോക്കണം കേട്ടോ. 16,000 കിലോമീറ്ററിലാണ് സർവീസ് കൊടുക്കുന്നത്, അതും 4,000 ആ ഒരു കോസ്റ്റിനുള്ളിൽ. അത് വെച്ച് നോക്കുമ്പം വണ്ടി വേർത്താണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സെഗ്മെൻറ്റിൽ 400cc സെഗ്മെൻറ്റിൽ ഒരു ബ്രാൻഡ്സും 16,000 കിലോമീറ്ററിൽ സെക്കൻഡ് സർവീസ് കൊടുക്കുന്നുണ്ടെന്ന്. എല്ലാവരും എന്താ പറയുക ഫസ്റ്റ് ഒരു 700,000 അല്ലെങ്കിൽ പിന്നെ 6,000 അങ്ങനെയാണ് സർവീസ് വെക്കാറ്. പ്രൈസ് ആക്ച്വലി വരുന്നത് 2.6 lakhs അടുത്താണ് പ്രൈസ് എക്സ്-ഷോറൂം വരുന്നത്. അത് ഓൺ റോഡിലേക്ക് എത്തുമ്പം 3.48 3.50 ആ ഒരു റേഞ്ചാണ് വരുന്നത്. അതായത് 3.48 നിങ്ങൾ ഓൺ ചെയ്തത് ഒരു ട്രൈംഫ് മോട്ടോർ സൈക്കിളാണെന്ന് കൂടെ ആലോചിക്കണം. ഓക്കെ. അപ്പം ആ ഒരു റേറ്റ്, ഈ ഒരു ബ്രാൻഡ്, ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു പവർ എല്ലാം കൂടെ ആഡപ്പ് ചെയ്യുമ്പം ആക്ച്വലി ഇറ്റ് ഈസ് വേർത്തിട്ടാണ്. ലൈക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രീമിയം മോട്ടോർ സൈക്കിൾ. അതാണ് ഈ കാണുന്നത്. വേറൊന്നും പറയാനില്ല, ആ ഒരൊറ്റ വാക്കിലങ്ങ് തീരും. ആരത്? അപ്പം ഇനി എന്തായാലും നമുക്ക് സ്പീഡിൻ്റെ കൂടെ റിവ്യൂ ചെയ്യാം. സ്പീഡിൻ്റെ ആക്ച്വലി എൻജിൻ വൈസ് എല്ലാം സെയിമാണ്. എൻജിൻ വൈസ് പവർ പ്രൊഡ്യൂസിങ് എല്ലാം സെയിമാണ്. നമ്മളെ സ്പീഡും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പം നമ്മളെ സ്ക്രാമിന് ഫ്രണ്ടിൽ ഒരു ടീത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പുള്ള് ചെയ്യും വണ്ടി ഓഫ് റോഡ്സൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പം കറൻ്റ് ഞാനിപ്പം തള്ളിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടോ. അത്യാവശ്യം സുഖമായിട്ട് തള്ളാം, ലൈക്ക് ഒരു എഫേർട്ടും ഇല്ലാതെ. അതുകൊണ്ട് വെയിറ്റ് ഒരിക്കലും വണ്ടിക്കൊരു ഇഷ്യൂ അല്ല. ഇനി വണ്ടി ആർക്കെങ്കിലും ടെസ്റ്റ് അടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കാലിക്കറ്റ് പ്രൈം ഷോറൂം ഉണ്ട് പാവങ്ങാടിൽ. നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ആ നമ്പറിൽ വിളിക്കാം, ടെക്സ്റ്റായിട്ട് ബുക്ക് ചെയ്യാം, ഷോറൂമിലേക്ക് വരാം. പറയുന്നതൊക്കെ ജസ്റ്റ് ഒരു എന്താ പറയുക തിയറിറ്റിക്കൽ പാർട്ടായിട്ട് നോക്കിയാൽ മതി. വണ്ടി ആക്ച്വലി പ്രോപ്പറായിട്ട് നമുക്ക് അറിയണമെങ്കിൽ വണ്ടി ഓടിച്ച് തന്നെ നോക്കണം. അപ്പം എന്തായാലും ഷോറൂമിലോട്ട് വരാം, വണ്ടി ഒന്ന് ടെസ്റ്റ് അടിക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ബാക്കി പറയണ്ടല്ലോ, കുറച്ച് ചായ അടിക്കട്ടെ. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ദ വീഡിയോ, ഷെയർ ദ വീഡിയോ, സബ്സ്ക്രൈബ്.